വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 2024 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്. അതിനെപ്പറ്റിയും എക്കണോമിക്സ് ഡിഗ്രി ബേസ് ചെയ്തെടുത്തിട്ടുള്ളവരോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ മലപ്പുറം ബേസ് ചെയ്ത് മലപ്പുറത്തിലെ നദികൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. മറ്റൊന്ന്, സലീം അലി എന്ന വ്യക്തിയെ എങ്ങനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം എന്നുള്ളൊരു ചോദ്യം. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളുടെ വ്യത്യാസം, കുട്ടികൾ തമ്മിലുള്ള പുതിയ കുട്ടികൾ, പഴയ, അതായത് കോവിഡിനൊക്കെ മുൻപുള്ള, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കുട്ടികൾ, ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് തോന്നുന്നത് എന്നിങ്ങനെ വളരെ കുറച്ച് ചോദ്യങ്ങളാണ്. എന്നാൽ റിപ്പീറ്റഡ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള, ഇതിലെ 2-3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എങ്കിൽ പോലും UP ഇൻ്റർവ്യൂവിനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം 2024 പരിസ്ഥിതി ദിന സന്ദേശത്തെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും 2024 ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ സ്കൂളിൽ ദിനാചരണങ്ങൾ, അതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ ഓരോ വർഷവും നമ്മൾ ആചരിക്കാറുണ്ട്. ഇവിടെ 2024 ആപ്തവാക്യം എന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റെസ്റ്റോറേഷൻ എന്നുള്ളതാണ്. അതായത് ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയുടെ പ്രാധാന്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ആശയമാണ് 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആപ്തവാക്യം എന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആപ്തവാക്യം ചോദിക്കാൻ എനിക്കറിയില്ല. ഇനി അടുത്ത UP ഇൻ്റർവ്യൂ മെയ്യിലാണോ ജൂണിലാണോ എന്നറിയില്ല. ജൂണിലാണെങ്കിൽ നമ്മൾ എന്തായാലും ജൂൺ 5 പുതിയൊരു ആപ്തവാക്യം അറിഞ്ഞിരിക്കുക. മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാപ്തവാക്യം അതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കാരണം അടുത്ത മാസം നമ്മൾ പരിസ്ഥിതി ദിനം വീണ്ടും ആചരിക്കുകയാണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 പരിസ്ഥിതി ആഘോഷങ്ങൾക്ക്, ആ ദിനാചരണങ്ങൾക്ക് സൗദി അറേബ്യയാണ് ആതിഥ്യം വഹിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. നെക്സ്റ്റ് വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു എക്കണോമിക് ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം, ബാക്കിയുള്ളവരോട് ചോദിക്കാൻ സാധ്യതയില്ല. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ ക്ലാസ്സുകളിലെയും ടീച്ചേഴ്സിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. പക്ഷെ ആദ്യത്തെ 3 ചോദ്യങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡറിനോട്, എക്കണോമിക് ഡിഗ്രി ഹോൾഡറിനോട് മാത്രം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറയാം. എക്കണോമിക്സിൻ്റെ ഫാദർ ആരാണെന്നുള്ളത്, ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം, അതിനെപ്പറ്റി നമുക്ക് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. മറ്റൊന്ന്, ലേസസ്ഫിയർ പോളിസി എന്താണ്? ലേസസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. ഇത് സർക്കാർ വിപണിയിൽ കുറച്ചുപോലും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആശയം. വ്യാപാരവും വ്യവസായമൊക്കെ സ്വതന്ത്രമായിട്ട് നടക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് ലേസസ് ഫെയർ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യം ചോദിച്ചത് GSTയെ പറ്റിയിട്ടാണ്. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ് GSTയുടെ പൂർണ്ണരൂപം. ഇത് ഇന്ത്യയിലുള്ളൊരു ടാക്സ് ആണ്. നാം വാങ്ങുന്ന സാധനങ്ങളിലും സേവനങ്ങളിലും ഈ നികുതി ഉൾപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. മുമ്പ് വ്യത്യസ്തമായ രീതിയിൽ പല നികുതികളുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്നിച്ച് ചേർന്നാണ് ഇപ്പോൾ GST എന്ന് പറയുന്ന ഒരു ഒറ്റ നികുതി ഉള്ളത്. നമുക്ക് LPUP ക്വസ്റ്റ്യൻസ്, അതായത് എക്സാം ബേസ്ഡ് ആയിട്ടും ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CGST എന്താണെന്ന്. സെൻട്രൽ GST ആണ് CGST എന്നറിയപ്പെടുന്നത്. നമ്മളൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നു. അതിൻ്റെ ആ ഒരു മൂല്യത്തിൻ്റെ, നമ്മൾ കൊടുക്കുന്ന വിലയുടെ ഒരു ശതമാനം കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അതാണ് CGST എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിനാണ് പോകുന്നതെങ്കിൽ മറ്റൊരു ശതമാനം സംസ്ഥാന സർക്കാരിന് നൽകുമ്പോൾ അത് SGST ആണ്. അതായത് സ്റ്റേറ്റ്
GST ആയിട്ട് വരും. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുമ്പോൾ CGST ആയിട്ട് വരും. ജസ്റ്റ് ഒരു കോമൺ മാൻ അറിഞ്ഞിരിക്കേണ്ട ഐഡിയാസാണ്. എന്നിരുന്നാലും ഇവിടെ ചോദിച്ചതൊരു എക്കണോമിക് ഹോൾഡർ ഡിഗ്രി ഹോൾഡറിനോടാണ്. നെക്സ്റ്റ് ചോദിച്ച ചോദ്യം ഒരു സാധാ ഏത് BEd TTC ഉദ്യോഗാർത്ഥിയോടും ചോദിക്കാവുന്ന ചോദ്യമാണ്. ഒരു കുടുംബ ബഡ്ജറ്റ് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ളൊരു കാര്യം ഇതിനെ തുടർന്ന് ചോദിക്കുകയുണ്ടായി. നമുക്ക് ക്ലാസ്സിൽ പറയാം. കുടുംബം എന്ന് പറയുന്നത് എന്താണ്? അച്ഛൻ, അമ്മ, കുട്ടികൾ. ഇവർക്ക് ഓരോ മാസവും ഓരോ ആഴ്ചയും വരുമാനവും ചിലവുകളും ഉണ്ടാവും. ഇവരുടെ ഒരു മാസ വരുമാനം ഒരു 10,000 രൂപയാണെങ്കിൽ, ഇപ്പം 4ാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ 10,000 എന്ന എമൗണ്ട് ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്ലാൻ ആയിരിക്കണം അവർ ചിലവ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ചെയ്യേണ്ടത്. ഇതിനുള്ളിൽ തന്നെ ഭക്ഷണം, വസ്ത്രം, സ്കൂൾ ഫീസ് എല്ലാം ഉൾപ്പെടണം എന്നുള്ളത് കുട്ടികൾ അറിയുകയാണ് കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നതിലൂടെ കുട്ടിക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ പേപ്പർ നോട്ട്സ് ഉണ്ടല്ലോ, ഫേക്ക് നോട്ട്സ്, അത് കുട്ടികൾക്ക് കൊടുക്കാം. എന്നിട്ട് കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് നിങ്ങളുടെ ഒരു വീട്ടിലെ ചിലവുകൾ കണക്ക് കൂട്ടാനായിട്ട്, അത് അത്ര ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല എങ്കിൽ പോലും അവർക്ക് ഒരു മാസം ലഭ്യമായൊരു എമൗണ്ടിനുള്ളിൽ അവർ ചിലവുകൾ കണക്ക് കൂട്ടി അതിൽ കൂടുതൽ വരാത്ത വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറയാം. ഏതൊക്കെ വിഭാഗത്തിൽ നമുക്ക് ചിലവുകൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് ബോർഡിലോ ചാർട്ടിലോ ഒക്കെ ആയിട്ട് എഴുതി നൽകാം. പിന്നെ കാൽക്കുലേഷൻ ചെയ്യുന്നത് അവരായിരിക്കണം. അവർക്കറിയണം ഏതിനായിരിക്കണം. കറക്റ്റ് അല്ലെങ്കിൽ പോലും ഭക്ഷണത്തിന് ആയിരിക്കണം കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ സ്കൂൾ വാഹനത്തിനായിട്ട്, സ്കൂളിലേക്ക് പോകാനുള്ള വാഹനത്തിനായിട്ടായിരിക്കും ചിലവ് കൂടുതലെങ്കിൽ അങ്ങനെയുള്ളൊരു ഐഡിയ അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഇത്തരത്തിലൂടെ ഉള്ളൊരു ഗെയിംസൊക്കെ കളിപ്പിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലാവും. നമുക്ക് അവരോട് ഇൻട്രാക്ഷനിലൂടെ അവർക്ക് ഐഡിയാസ് കൊടുക്കാം. നമുക്ക് ചോദിക്കാം, നമ്മുടെ വീട്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്നത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒരു റോൾ പ്ലേ പോലെയൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ രസകരമായിട്ട് ഈ ഒരു തോട്ട് അവർ ചിന്തിക്കുകയും അതിനെ പറ്റിയിട്ട് അവർ കൂടുതൽ ഒരു കുടുംബ ബഡ്ജറ്റിനെ പറ്റിയിട്ട് ആ ഒരു എമൗണ്ട് അവർക്ക് ലഭ്യമായതിൽ തന്നെ ചിലവാക്കണം എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ചോദിച്ചൊരു ചോദ്യമാണ് മലപ്പുറം ബേസ് ചെയ്ത് ചോദിച്ചതാണ്. മലപ്പുറത്തെ ഒരു കാൻഡിഡേറ്റിനോടാണ് ചോദിച്ചത്. മലപ്പുറത്ത് എത്ര നദികളുണ്ട്, ഏത് ഭാഗത്തോട്ടാണ് ഇത് ഒഴുകുന്നത് എന്നെല്ലാം ചോദിക്കുകയുണ്ടായി. മലപ്പുറത്ത് ഏകദേശം ഒരു 15 നദികളുണ്ട് എന്നാണ് എൻ്റെ ഒരു ഐഡിയ. അത് ചിലത് വളരെ ചെറുതാണ്, ചിലത് സീസണലായിട്ട് മാത്രം ഒഴുകുന്നതാണ്. അതായത് മഴക്കാലത്ത് മാത്രം അതായത് വലിപ്പം വയ്ക്കുകയും ഒഴുകുന്നതുമാണ് ചിലതെല്ലാം. ചില നദികളുടെ ഉത്ഭവം മലയോരങ്ങളിൽ നിന്നാണ്. അതിനാൽ തന്നെ അവ പശ്ചിമ ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. അങ്ങനെ അറബിക്കടലിലേക്കാണ് അവ പതിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അതൊരു മലപ്പുറം കാൻഡിഡേറ്റിനോട് മാത്രം ചോദിക്കാവുന്ന ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് നദികളുടെ പേര്, പ്രധാനപ്പെട്ട നദികളുടെ പേര് ജസ്റ്റ് ഒന്ന് പറയാം. ഭാരതപ്പുഴ, ചാലിയാർ, ഓലിപ്പുഴ, തൂതപ്പുഴ, കരിമ്പുഴ, ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട നദികളായിട്ട് പറയാവുന്നതാണ്. അവിടുത്തെ മിക്ക നദികളും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്കൊന്ന് മനസ്സിൽ വയ്ക്കാം. ഓക്കെ. മറ്റൊരു ചോദ്യം സലീം അലി എന്ന പക്ഷിശാസ്ത്രജ്ഞനെ പറ്റിയിട്ടാണ്. ഇദ്ദേഹത്തെ എങ്ങനെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം? അത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഫീൽഡ് ട്രിപ്പാണ്. തട്ടേക്കാട് പക്ഷി സംഗീതം നമുക്ക് കൊണ്ടുപോയി കാണിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഗാലറി, അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പോലെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട്. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തട്ടേക്കാട് ഉള്ള ഒരു പല പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള സ്റ്റോൺസ്, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിനെ പറ്റി ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ കുട്ടികൾക്ക് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫീൽഡ് ട്രിപ്പാണ് തട്ടേക്കാട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ നമുക്ക് പെട്ടെന്ന് ക്ലാസ് റൂമിൽ പരിചയപ്പെടുത്താനായിട്ട് വ്യത്യസ്തമായിട്ട് പല ഐഡിയാസ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കുട്ടികളോട് ചോദിക്കാം, പക്ഷികൾ ഇഷ്ടമാണോ, അവരെങ്ങനെയാണ് അതിൻ്റെ
ആക്ടിവിറ്റീസ് അറിയാമോ, ഏതൊക്കെ സമയങ്ങളിലാണ് പക്ഷികളെ കാണുക ഒക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് അവർക്കറിയാമെങ്കിൽ അവർ പറയട്ടെ, അതല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. രാവിലെ അതുപോലെ വൈകിട്ട് സമയങ്ങളിലാണ് ഇവരെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഇങ്ങനെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് സലീം അലി എന്നുള്ളൊരു ഐഡിയയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സലീം അലി എന്ന ഐഡിയ ടീച്ചറിനുണ്ടായിരിക്കണം. അദ്ദേഹത്തെ പറ്റിയിട്ട് ഏതെങ്കിലും കഥകൾ അറിയുമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, അദ്ദേഹത്തിന് ഒരു വലിയ പക്ഷിയെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചെറുപ്പത്തിലെ അദ്ദേഹം ചെറിയ കാലം മുതൽ അദ്ദേഹത്തിന് പക്ഷികളിലെ കാര്യങ്ങൾ അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പക്ഷികളെ പറ്റി പഠിക്കാൻ ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയിൽ ചുറ്റും നടന്ന് യാത്ര ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പക്ഷികളെ പറ്റി പഠിച്ചു. പക്ഷികളെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു പക്ഷി ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കണം, അത് നിലനിൽക്കുന്നത് മൂലം ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, പഠനങ്ങൾ, വിലയിരുത്തലുകളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ അദ്ദേഹം കൊക്ക്, അതുപോലെ പക്ഷികളുടെ കാല് എന്നിവ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതേ പറ്റിയിട്ടൊക്കെ കുട്ടികൾക്ക് കഥകളിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, അതൊക്കെ നൽകിക്കൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വീഡിയോ ക്ലിപ്പിങ്സ്, ഇദ്ദേഹത്തെ പറ്റിയുള്ള വീഡിയോസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. ലൈവ് സമ്മറികൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പറ്റിയോ അതുപോലെ തന്നെ അവർക്ക് പക്ഷികളെ പറ്റിയിട്ടൊരു പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് പക്ഷികളിലെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്വിസ് നടത്താവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി നമുക്ക് നൽകാവുന്നത് റോൾ പ്ലേ അല്ലെങ്കിൽ ഇനാക്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാം. അതായത് ഒരു കുട്ടീനെ സലീം അലിയായിട്ട് വേഷം മാറ്റിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്, നമ്മൾ ആ ഒരു ചിത്രം നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അറിയാം. അദ്ദേഹത്തിനൊരു ക്യാപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണട, അതുപോലെ എപ്പോഴും അദ്ദേഹം ഒരു ജാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ പെന്നും പുസ്തകങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ജാക്കറ്റാണ് അദ്ദേഹം എപ്പോഴും യൂസ് ചെയ്യുക. ഒപ്പം ബൈനോക്കുലർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അദ്ദേഹം കാണാൻ പോകുന്ന കാഴ്ചകളും. അപ്പോൾ അവിടെ വെച്ചിട്ട് 2 കുട്ടികൾ, അതായത് നമ്മുടെ ക്ലാസ്സിലെ തന്നെ 2 കുട്ടികളെ അവിടെ അദ്ദേഹത്തിന് മുൻപിലായിട്ട് കൊണ്ട് നിർത്താം. എന്നിട്ട് ചോദിക്കാം, എന്താണ് ഏതൊക്കെ സമയത്താണ് പക്ഷികളെ കാണാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ പഠിക്കുന്ന പക്ഷികളുടെ പ്രത്യേകതകൾ ചോദ്യങ്ങളായിട്ട് ഈ കുട്ടികൾക്ക് ചോദിക്കാം. അപ്പോൾ സലീം അലിയായിട്ട് വേഷം കെട്ടിയിട്ടുള്ള ആ ഒരു കുട്ടി, ആ ഒരു വേഷവിധാനത്തോട് കൂടിയിട്ടുള്ള ആ ഒരു കുട്ടി ഇതെല്ലാം പഠിച്ചിട്ടുള്ളൊരു കുട്ടി ആയിരിക്കണം. അപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കുട്ടികളെ നമ്മൾ വെറുതെ ഒരു പ്രഭാഷണ മോഡലിൽ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കുട്ടികൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചറായാലും സലീം അലിയായിട്ട് ക്ലാസ് റൂമിൽ കാണിക്കാവുന്നതാണ്. ടീച്ചർക്ക് ചെയ്യാം, കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് എടുക്കാത്തൊരു പാഠത്തെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും എല്ലാവർക്കും അതിനുള്ളൊരു കാപ്പബിലിറ്റി ഉള്ള ഒരു കുട്ടി ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് അത്തരത്തിലൊരു വേഷവിധാനമൊക്കെ ഇട്ട് ടീച്ചർക്ക് സലീം അലിയായിട്ട് റോൾ പ്ലേ ചെയ്യാം. കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കലാവാം. അപ്പോൾ ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങൾ പാഠപുസ്തകത്തിലെയും അല്ലാതെയും ടീച്ചർ വായിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് ഈ ആശയങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ടീച്ചർക്ക് വിവിധ ആക്ടിവിറ്റികൾ ചെയ്യാം. മറ്റൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നേച്ചർ വാക്ക് എന്ന് പറയുന്നത്. ഒരു ഹോം ആക്ടിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു തുടർ പ്രവർത്തനം പോലെ നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും മുടക്കുള്ള ദിവസങ്ങൾ, അതായത് സാറ്റർഡേ സൺഡേ ഡേയ്സിലൊക്കെ മോർണിംഗിൽ കുറച്ച് നേരം, അതുപോലെ ഈവനിങ് ടൈമിൽ അവർക്ക് ചുറ്റും കാണുന്ന പക്ഷികളെ നിരീക്ഷിക്കുക, അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒരു നോട്ട് പുസ്തകത്തിലായിട്ട് എഴുതി വരാനായിട്ട് ആവശ്യപ്പെടാം. 2-3 ദിവസം അവർക്ക് അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം എത്രത്തോളം പക്ഷികളുടെ പേരുകൾ, അവരുടെ പ്രത്യേകതകൾ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് ആവശ്യപ്പെടാം.
ഇത്രയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ, അതായത് ഉത്തരങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SRGയെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. SRGയിൽ ആരാണ് വിഷയം അവതരിപ്പിക്കുന്നത്, അവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണെന്നുള്ളത്. നമ്മൾ SRGയെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താണ് SRG, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, അതിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് SRGയിലെ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് ആരാണെന്നാണ്. സാധാരണയായിട്ട് അതിന് നമുക്ക് ഉത്തരം പറയാവുന്നത് SRG സെക്രട്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒന്നല്ലെങ്കിൽ ആ ഒരു സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ SRG കോർഡിനേറ്റർ ആയിരിക്കും ഓരോ മീറ്റിങ്ങിലെയും, അല്ലെങ്കിൽ SRG മീറ്റിങ്ങിലെ ഒരു തലവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരു ടോപ്പിക് അവതരിപ്പിക്കാനായിട്ടുള്ളൊരു അവസരമുണ്ട്. എങ്കിൽ പോലും ഒരു വിഷയം അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയം അവതരിപ്പിക്കേണ്ടത് ഒരു ടീച്ചർക്കും, അതായത് SRG മീറ്റിങ്ങിലെ ഏതെങ്കിലും ഒരു ടീച്ചർക്കും ഒരു വിഷയം മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. കാരണം ഇവർ രണ്ടുപേരും അവർ പ്ലാൻ ചെയ്തതായിരിക്കും. അവർ മിക്കവാറും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന SRGയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്, അത് പൂർണ്ണമായിട്ടും നടപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കാം മിക്കപ്പോഴും SRG കോർഡിനേറ്ററും SRG സെക്രട്ടറിയും വിലയിരുത്തുക. പുതിയൊരു ടോപ്പിക്ക് നമുക്ക് ചർച്ചയ്ക്ക് വെക്കുന്നത് മിക്കവാറും അവിടുത്തെ മറ്റു ടീച്ചേഴ്സ് ആയിരിക്കാം. ഇവർക്കും അവകാശമുണ്ട്, അതല്ല മറ്റൊരു ടീച്ചർക്കും ആ ഒരു സ്കൂളിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം SRG കോർഡിനേറ്ററിനെ അവതരിപ്പിക്കണമെങ്കിൽ, അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ ആ ഒരു ടീച്ചർക്കും അതിനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കാം. SRG സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി മീറ്റിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വിഷയങ്ങൾ ഏതൊക്കെയാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അജണ്ട, ഇതൊക്കെ ഒന്ന് പറയുന്നത് SRG സെക്രട്ടറി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വായന കോർണർ, റീഡിംഗ് കോർണർ എന്ന് പറയുന്നത് ക്ലാസ് റൂമിലുള്ള ഒരു സംഭവമാണ്. മറ്റൊന്ന് അതിന് മറ്റൊരു പേര് ക്ലാസ് റൂം ലൈബ്രറി എന്നുള്ളതാണ്. മറ്റൊന്ന് സ്കൂൾ ലൈബ്രറി. ഈ രണ്ട് ലൈബ്രറികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും കുട്ടികൾക്ക് എപ്പോഴും അവരുടെ കയ്യെത്താ ദൂരത്തിരിക്കുന്നത് ക്ലാസ് റൂം ലൈബ്രറിയിലെ പുസ്തകങ്ങളാണ്. അതായത് നമ്മുടെ വായനാമൂലയിലുള്ള പുസ്തകങ്ങളാണ്. അത് സമാഹരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, കുട്ടികളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാലയത്തിൽ തന്നെ ക്ലാസ് റൂമിലേക്കായിട്ടുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. അതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഈ വായനാമൂല അല്ലെങ്കിൽ ക്ലാസ് റൂം ലൈബ്രറി നമ്മൾ ഒരുക്കുന്നത്. അത് കുട്ടികൾക്ക് എളുപ്പം ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനൊരു മേൽനോട്ടത്തിനൊരു കുട്ടി ഉണ്ടായിരിക്കും, എങ്കിൽ പോലും അവർക്ക് ആക്സസ് ചെയ്യുകയും ഫ്രീ പീരീഡൊക്കെ വരുമ്പോൾ അവർക്ക് അതിന് വായിക്കാം. ഇത്തരത്തിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ എത്തുന്ന ഒരു ലൈബ്രറി എന്ന് പറയുന്നത് ക്ലാസ് റൂം ലൈബ്രറി തന്നെയാണ്. എന്നാൽ കൂടുതൽ ആഴത്തിലുള്ള വായനയ്ക്ക്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സ്കൂൾ ലൈബ്രറിയാണ്. കാരണം കൂടുതൽ വ്യത്യസ്ത തരത്തിലുള്ള ആഴത്തിലുള്ള ഓരോ വിഷയത്തെ പറ്റിയും ആഴത്തിലുള്ള വായന ലഭ്യമാകുന്നത് ഇത്തരത്തിലുള്ള ലൈബ്രറികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ലൈബ്രറി ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ക്ലാസ് റൂം ലൈബ്രറി ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ അടുപ്പമുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ സെൽഫ് റീഡിങ്ങിനൊക്കെ പ്രോത്സാഹനം നൽകുന്നത് ക്ലാസ് റൂം ലൈബ്രറി തന്നെയാണ്. മറ്റൊന്ന്, പിന്നെ നമുക്കറിയാലോ ലൈബ്രറിയുടെ സവിശേഷതകളും ഇതിനോട് ചേർന്ന് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അത് എല്ലാ ക്ലാസ്സുകൾക്കും അനുയോജ്യമായ പുസ്തകങ്ങളുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് ഒരു കുട്ടി പോയാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. ഒരു ടീച്ചറുടെ ഹെൽപ്പ് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കാനായിട്ട് കുട്ടികൾക്ക് ആവശ്യമാണ്. ലൈബ്രറിയൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. മറ്റൊന്ന്, പുസ്തകങ്ങൾ ഇഷ്യൂ ചെയ്യാനുള്ള രജിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സംവിധാനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് മാത്രമേ കുട്ടികൾക്ക് അവിടെ നിന്നും പുസ്തകങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ വായനാമൂല എന്ന് പറയുന്നത് ക്ലാസ് റൂമിനുള്ളിൽ തന്നെയാണ്. വായന ഇഷ്ടപ്പെടാനുള്ളൊരു തുടക്കമാണ് വായനാമൂല എന്ന് പറയുന്നത്. പല സമയങ്ങളിലും സ്വതന്ത്രമായിട്ട് പുസ്തകങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു യൂസ്.
കുട്ടികൾക്ക് അനുയോജ്യമായ ലളിതമായ പുസ്തകങ്ങളാണ് വായനാമൂലയിൽ നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്നത്. മറ്റൊന്ന് ലൈബ്രറിയാണ്. ലൈബ്രറിയിൽ എന്താണ്, സ്കൂളിൽ ഒരു പ്രത്യേക മുറി ലൈബ്രറിക്ക് അവൈലബിൾ ആണ്. അറിവ് കണ്ടെത്തുക അല്ലെങ്കിൽ പഠനത്തിന് കൂടുതൽ ആവശ്യമായ റെഫറൻസ് എന്ന നിലയിലാണ് ലൈബ്രറി ഉള്ളത്. നിർദ്ദിഷ്ട സമയങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങൾ വളരെ ആഴത്തിലുള്ള പഠനത്തിന് ഇവിടെ നിന്നും ലഭ്യമാണ്. സീരിയസ് ആയിട്ടുള്ളൊരു റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് തന്നെയാണ്. നെക്സ്റ്റ് ഒരു ചോദ്യം വന്നത്, പഴയ കുട്ടികളും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ ഇവർ ക്ലാസ് മുറിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഒരു 10 വർഷം മുമ്പുള്ള കുട്ടിയും ഇപ്പോഴത്തെ കുട്ടികളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെരുമാറ്റത്തിലും അവരുടെ സമീപനങ്ങളും എല്ലാം തന്നെ വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ കുട്ടികളാണ്. പഴയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കുട്ടികൾ അധ്യാപകൻ എന്ത് പഠിപ്പിക്കുന്നു അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക, വീട്ടിൽ പോയി പഠിക്കുക, കൂടുതൽ റെഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് കണ്ടെത്തുക എന്നുള്ളൊരു രീതിയാണ് പഴയ കുട്ടികൾക്ക്. അതുപോലെ തന്നെ അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ചോദിക്കാൻ പേടിയായിരിക്കും. അവർ ചോദിക്കണോ വേണ്ടയോ എന്ന് ചിലപ്പോൾ ആവശ്യമായ ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ക്ലാസ് എടുത്തപ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും പറഞ്ഞപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവാം. അങ്ങനെ വന്നാൽ പോലും ഈ പഴയ കാലത്തെ കുട്ടികൾ അത് ചോദിക്കാനായിട്ട് ഭയപ്പെട്ടിരുന്നു. അതുപോലെ കൂടുതൽ സഹനശീലമുള്ള കുട്ടികളാണ്. കാരണം കൂടുതൽ ദൈർഘ്യമേറിയ ക്ലാസ്സുകളൊക്കെ അവരൊറ്റിരിപ്പിൽ കേൾക്കാൻ അവർക്കൊരു അത്തരത്തിലുള്ളൊരു ശ്രദ്ധ കേന്ദ്രീകരണം അവർക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പുസ്തകങ്ങളാണ് അവരുടെ പ്രധാന മാർഗം എന്ന് പറയുന്നത്. ശിക്ഷ ലഭിച്ചാൽ തന്നെ അവർ മൗനമായിട്ട് ശിക്ഷ സ്വീകരിക്കുകയാണ് അങ്ങനെയായിരുന്നു ആ കുട്ടികൾ. മറ്റൊന്ന്, ടെക്നോളജി ആയിട്ടുള്ള ഒരു ബന്ധം കുറവായിരുന്നു. ആകെ കൂടി അവർക്ക് അറിയാവുന്നത് കമ്പ്യൂട്ടർ എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അതും വിദ്യാലയങ്ങളിൽ തന്നെയാണ് അവർക്ക് ആക്സസബിൾ ആയിട്ടുള്ളത്. പല കുട്ടികളുടെയും വീടുകളിൽ കമ്പ്യൂട്ടറുകൾ ഇല്ലാതിരുന്ന കാലത്ത് തീർച്ചയായിട്ടും അവർക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇത്രയൊക്കെയാണ് ഒരു പഴയ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. പുതിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ അന്വേഷണ രീതിയിൽ അവർ വീഡിയോസ്, ഗെയിംസ്, ആപ്പുകൾ വെച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തെങ്കിലും അവർ വീട്ടിൽ പോയിട്ട് ആ ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ ടീച്ചറോട് സംശയം ചോദിക്കണമെന്നില്ല. അവർ നേരെ യൂട്യൂബ് സെർച്ച് ചെയ്യും. ആ ഒരു പോർഷൻ ഒന്നും കൂടിയും ഏതെങ്കിലും ചാനലുകളിലായിട്ട് കിടപ്പുണ്ടാവും. അവരത് ആക്സസ് ചെയ്യും, വായിക്കും, അല്ലെങ്കിൽ അത് കാണും എന്നുള്ള ഒരു രീതിയിലാണ് പുതിയ കുട്ടികൾ. മറ്റൊന്ന്, എന്തെങ്കിലും സംശയം ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായി തന്നെ ഉടനടി സംശയം ചോദിക്കുകയും പ്രതികരണം എങ്ങനെയാണ് ടീച്ചറുടെ ഒരു പ്രതികരണത്തിനനുസരിച്ച് അവർക്ക് അത് എന്ത് വിവരമാണ് അവർക്ക് ആക്സസബിൾ ആവേണ്ടത് എന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഇപ്പോൾ ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, അപ്പോൾ ചിലപ്പോൾ ടീച്ചർക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും എഴുതി പോയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നതായിരിക്കും. പക്ഷെ കുട്ടികൾ അത് തിരുത്തി ടീച്ചർ അത് അങ്ങനെയല്ലല്ലോ എന്ന് പറയാനും ധൈര്യമുള്ള കുട്ടികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലുള്ളത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ലിമിറ്റ് ഉള്ള കാര്യമാണ്. കുറച്ച് സമയം കുറച്ചധികം വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുപാട് നേരം ഈ പ്രഭാഷണ രീതിയിലുള്ള ക്ലാസ്സുകളൊന്നും അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് കുട്ടികളാണ് ഇന്ന് സ്കൂളിലുള്ളത്. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതെല്ലാം കാര്യങ്ങളാണ് ഇവർ വ്യത്യസ്തരായിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് പറയുമ്പോൾ, ആദ്യത്തേത് ടെക്നോളജിയുമായിട്ടുള്ളൊരു ബന്ധം, രണ്ടാമത്തേത് പഠനരീതി, മൂന്നാമത്തേത് ശ്രദ്ധ, താല്പര്യം. ഇവ പണ്ടത്തെ കുട്ടികളും ഇപ്പോഴുള്ള കുട്ടികളും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള കുട്ടികളാണ്. പഴയ കുട്ടികൾ സ്ഥിരതയുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ സ്ഥിരതയായിട്ടുള്ള പഠനശീലം എന്നിവ ഉള്ളവരാണ്. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ ശ്രദ്ധ കൂടുതലുള്ള കുട്ടികളെക്കാൾ ശ്രദ്ധ കുറവുള്ള കുട്ടികളാണ് കൂടുതൽ. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം മൊബൈൽ ഗെയിം, സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ എന്നിവയൊക്കെയാണ്. മറ്റൊരു കാരണം നമുക്ക് പറയാവുന്നത് അധ്യാപക സമ്പർക്കം. പഴയ കുട്ടികൾ എന്ന് പറയുന്നത് അധ്യാപകരോട് അല്പം ആദരവോടെ പെരുമാറുന്ന തരത്തിലുള്ള കുട്ടികളാണ്. എന്നാൽ ഇന്ന് അവർക്ക് കൂടുതൽ ആദരവ് എന്നതിനേക്കാൾ
ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ടീച്ചേഴ്സിനോട്. സൗഹൃദപരമായിട്ടുള്ള ഒരു സമീപനം, സംശയങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉള്ള കുട്ടികളാണിത്. പഴയ കുട്ടികൾ നല്ല കുട്ടികളും അതുപോലെ പുതിയ കുട്ടികൾ മോശം കുട്ടികളും എന്ന രീതിയിലല്ല പറയുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അവസാനത്തെ ആയിട്ട് നമുക്ക് പറയാവുന്നത് എന്താണ്? ആശയ വിനിമയ ശേഷി, അതുപോലെ സംവാദന ശേഷി. ഇതും 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പഴയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം കുറവായിരുന്നു. മിടുക്കരായ കുറച്ച് പേര് മാത്രമാണ് ഒന്ന് മുന്നിൽ വന്ന് സംസാരിക്കാനുള്ളൊരു കഴിവുള്ളത്. എന്നാൽ ഇങ്ങനെ ഞാൻ ഇന്ന് ആണെങ്കിൽ ഞാൻ പഠിക്കാൻ ബാക്കിലാണ് എന്ന് വിചാരിച്ച് ആ ഒരു കുട്ടി അങ്ങനെ ബാക്ക്വേർഡായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവർ സോഷ്യലായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനോ അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങിനൊന്നും അത്തരത്തിലുള്ള കുട്ടികൾ അങ്ങനെ ബാക്ക്വേർഡായിട്ട് നിൽക്കണം എന്നില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന വ്യത്യാസങ്ങൾ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ അവസാന സമയങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വ്യത്യസ്ത ജില്ലകളിൽ നിന്നും വ്യത്യസ്ത പാനൽ ചോദിച്ച ചോദ്യങ്ങളാണ്. എല്ലാ കാൻഡിഡേറ്റ്സിനും, ഇനി ഇൻ്റർവ്യൂ വരാൻ പോകുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിട്ടുള്ളൊരു പരിചയം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പെട്ടെന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ അഭിമുഖീകരിക്കാൻ, നിങ്ങൾക്ക് ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു കോൺഫിഡൻസ് തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടാണ് ഞാനും എൻ്റെ ഇൻ്റർവ്യൂവിന് പോയത്. ആ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നെങ്കിൽ പോലും എനിക്കവിടെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അയ്യോ അത് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു ആലോചിച്ചിരുന്നിട്ടേ ഇല്ല. നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് ഉത്തരം പറയാൻ നമുക്ക് കഴിഞ്ഞതിൻ്റെ കാരണം ഞാൻ പലതരത്തിലുള്ള അങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുകയും അതുപോലെ തന്നെ പല ടീച്ചേഴ്സിൽ നിന്നും അവരുടെ അനുഭവങ്ങൾ അറിയുകയും ചെയ്തതിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളോട് ഏത് ചോദ്യം ചോദിക്കും എന്നുള്ളൊരു ഉറപ്പോടെ തന്നെയാണ് ഞാൻ പോയത്. എങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും നമ്മൾ പഠിച്ചത് ചോദിക്കുന്നു. എങ്കിലും എനിക്കറിയാം മറ്റൊരു സൈഡിൽ എനിക്കറിയാമായിരുന്നു നമ്മൾ പ്രതീക്ഷയിലപ്പുറവും ചോദ്യം വരാമെന്ന്. അങ്ങനെ നമ്മൾ പ്രതീക്ഷയിലപ്പുറമുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോഴും ആ ഒരു കോൺഫിഡൻസ് അപ്പോൾ നിലനിൽക്കാനായിട്ടുള്ള കാരണം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നല്ലൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നന്ദി.